നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഖിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സമഗ്ര ശിക്ഷ കേരളം BRC അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഉദ്ഘാടനവും MLA SDF ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. മണപ്പുറം ഫിനാൻസിൽ നിന്നും 20 കോടിയോളം രൂപ തട്ടിച്ച് യുവതി മുങ്ങി. തൃപ്രയാറിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കാർഗിൽ വിജയ് ദിവസിൽ വിമുക്ത ഭടന്മാർക്ക് അനുമോദനം നൽകി നെഹ്റു സ്റ്റഡി സെന്റർ. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷ കേരളം BRC അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഉദ്ഘാടനവും MLA SDF ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ചടങ്ങിൽ അന്തിക്കാട് BPCC ഡോക്ടർ ഉമാദേവി സ്വാഗതം പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും BPCC ഡോക്ടർ K ഉമാദേവിക്ക് കൈമാറുകയും കുട്ടികൾക്കുള്ള ഡയപ്പർ വിതരണവും ചെയ്യുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, താന്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി എന്നിവർ ആശംസ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഡയപ്പർ ബാങ്കിലേക്ക് ഡയപ്പർ സ്പോൺസർ ചെയ്തു. അന്തിക്കാട് BPRCയുടെ ട്രെയിനർ സീമ G നായർ യോഗത്തിൽ നന്ദി പറഞ്ഞു. യോഗത്തിൽ രക്ഷിതാക്കളും കുട്ടികളും GHSS പെരിങ്ങോട്ടുകര സ്കൂളിലെ സ്കൗട്ട് വിദ്യാർത്ഥികളും NSS വിദ്യാർത്ഥികളും BRC അംഗങ്ങളും പങ്കെടുത്തു. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നമ്മുടെ BRC ടീച്ചർ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തലാണ് അവരങ്ങോട്ട് പറയേണ്ടായി ഞങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം എന്ന് പറയുന്നതിന്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടറും പ്രിന്ററും ഒക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വേണം, അടിത്തരവിട്ട് വേണം എന്ന് പറയേണ്ടായി. അപ്പോൾ അത് ആലോചിച്ചു. എന്തായാലും MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് അത് കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരാൾക്ക് അന്തിക്കാട് BRCക്ക് മാത്രമല്ല, ഈ ഇംപ്ലിമെന്റിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ BRCകൾക്കും കൊടുക്കാൻ തീരുമാനമെടുപ്പൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസിൽ നിന്നും 20 കോടിയോളം രൂപ തട്ടിച്ച് യുവതി മുങ്ങി. കൊല്ലം തിരുമുല്ലവാരം സ്വദേശി ധന്യമോഹനാണ് തട്ടിപ്പ് നടത്തിയത്. വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലാണ് തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൽ 18 വർഷമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്യുന്ന യുവതി വായ്പകൾ വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ധനസ്ഥാപനത്തിൽ നിന്നും മുങ്ങി. സ്ഥാപന അധികൃതരുടെ പരാതിയിൽ വലപ്പാട് പോലീസ് കേസെടുത്തു. യുവതിയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. തൃപ്രയാറിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടിക ശ്രീരാമ പോളിടെക്നിക്കിന് സമീപം TSTA ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയിലാണ് 50 സെന്റിമീറ്റർ ഉയരം വരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. മറ്റു ചെടികൾക്കിടയിൽ വഴിയോരത്ത് തന്നെയാണ് കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നത്. വാടനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ MR മധു, ഡ്രൈവർ രാജേഷ് എന്നിവർ സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി പറിച്ചെടുത്തു. കഞ്ചാവ് ഉപയോഗിച്ചവർ ഉപേക്ഷിച്ചു പോയതിൽ നിന്നാകാം ചെടി മുളച്ചതെന്ന് എക്സൈസ് സംഘം കരുതുന്നു. വാടനപ്പള്ളി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മരുന്നുകൾ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അപക്കാരി NDPS ഉൾപ്പെടെയുള്ള 9 കേസുകൾ ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അന്വേഷണ വേളയിലാണ് ഈ കേസും കണ്ടുപിടിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ വിമുക്ത ഭടന്മാർക്ക് അനുമോദനം നൽകി നെഹ്റു സ്റ്റഡി സെന്റർ. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികാചരണത്തോടെ ഭാഗമായി മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിച്ചു. എയർഫോഴ്സിൽ നിന്നും റിട്ടയർഡ് ചെയ്ത് 40 വർഷം പിന്നിട്ട സോമശേഖരൻ നെല്ലിപ്പറമ്പിൽ, ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് 36 വർഷം പിന്നിടുന്ന രാമൻ പനോലിയെയും പൊന്നാട ചാർത്തി നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ അനുമോദിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, അംഗങ്ങളായ നിസാർ കുമ്മങ്ങണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ഹരിദാസൻ ചെമ്മപ്പുള്ളി, റിജു പണക്കന്ത്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
36 വയസ്സിനുള്ളിൽ വിരമിക്കുന്നവരുണ്ട്, അത് ആർമിയിലുണ്ടാകുന്നവർ. പിന്നെ അതിനും ഇനി താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും സർവീസ് തുടരാമെന്നുള്ള ആ നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പലരും ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിട്ടയർഡ് ചെയ്തിട്ട് 42ഉം 40ഉം കൊല്ലങ്ങളൊക്കെ ആയിട്ടുള്ള ഭടന്മാരാണ്, അല്ലെങ്കിൽ സൈനികരാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അവരുടെ അനുഭവം നമ്മൾ പറയുന്ന ഞാനും ഇവിടെ കൂടിയിരിക്കുന്നവർ പലരും ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്തരണത്തിൽ ആ സർവീസിനെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ കാണുന്നു. ഹൃദയമായ എല്ലാവിധ അനുമോദനങ്ങളും ഈ സമയത്ത് നേരുകയാണ്. വാക്കുകൾ പൂക്കുന്നിട പുസ്തകം വാക്കിട പബ്ലിക്കേഷൻസിലൂടെ ജൂലൈ 27-ന് പ്രകാശനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. 2022 ലേങ്ങണ്ടൂർ കേന്ദ്രമായി രൂപം കൊണ്ട നവ എഴുത്തുകാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ വാക്കുകൾ പൂക്കുന്നിടം എന്ന കൂട്ടായ്മയാണ് വാക്കിടം പബ്ലിക്കേഷൻസിലൂടെ വാക്കുകൾ പൂക്കുന്നിടം എന്ന ഗ്രന്ഥം ജൂലൈ 27 വൈകിട്ട് 4 മണിക്ക് തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ആലങ്ങോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിക്കുന്നത്. കവി PN ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങും. കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ സിമി അൻവർ അധ്യക്ഷയാവും. കവിതാ ബാലകൃഷ്ണൻ, ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ഡോക്ടർ ജയ PS, ED ഡേവിസ്, അർച്ചന KM, ഗിരീഷ് എന്നിവർ ആശംസ സംസാരിക്കും. PB ഹുസൈൻ പ്രസാധകം മൊഴിയും. KK തുളസി, ഷീമ അനൂപ് എന്നിവർ പുസ്തക പരിചയവും നിർവഹിക്കുമെന്ന് തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സിമി അൻവർ, കൺവീനർ സുജിത്ത് TA, MG ജയശ്രീ, ഷാജിദ ഹാരിസ്, അബ്ദുള്ളക്കുട്ടി ചേറ്റുവ എന്നിവർ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ കേന്ദ്രമായി രൂപം കൊണ്ട കേരളത്തിനകത്തും പുറത്തുമുള്ള നവ എഴുത്തുകാരുടെ സാംസ്കാരിക കൂട്ടായ്മയാണ് വാക്കുകൾ പൂക്കുന്നിടം. 2 വർഷം പിന്നിടുമ്പോൾ സ്വന്തം പ്രസാധക സമിതിയായ വാക്കിടം പബ്ലിക്കേഷൻസിലൂടെ പ്രഥമ പുസ്തകം വാക്കുകൾ പൂക്കുന്നിടം പ്രകാശനം ചെയ്യുകയാണ്. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ സിൽവർ ജൂബിലി കാർഗിൽ വിജയ് ദിവസ് ആഘോഷം സംഘടിപ്പിച്ചു. എക്സ് സർവീസസ് ലീഗ് ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. കൂടാതെ കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഹവിൽദാർ ഈനാസുവിന്റെ ഭാര്യ സിജി, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ N പ്രസാദ്, സുനിത വിനു, PK ഷാജൻ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, ജില്ലാ സെക്രട്ടറി ബേബി മാത്യു, ജില്ലാ ട്രഷറർ ഉദയകുമാർ, ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, ജില്ലാ മഹിളാ വിംഗ് സെക്രട്ടറി K ഉഷ, കമ്മിറ്റി അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും പുഷ്പചക്രം സമർപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ കാണാതായ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉഴുവത്തുകടവ് കളരിക്കൽ 65 വയസ്സുള്ള അരവിന്ദാക്ഷന്റെ മൃതദേഹമാണ് കൃഷ്ണൻകോട്ട പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് അരവിന്ദാക്ഷനെ കാണാതായത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൃഷ്ണൻകോട്ട പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് MLA ആംബുലൻസ് കൈമാറി. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിന് വേണ്ടി അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റം നടന്നു. സാന്ത്വന പരിചരണ രംഗത്ത് 10 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിലെ നിലവിലെ വാഹനം കാലപ്പഴക്കത്താൽ കേടുപാട് സംഭവിച്ചതോടെയാണ് MLAയെ സമീപിച്ചത്. പ്രവർത്തന ലക്ഷ്യം ബോധ്യപ്പെട്ട MLA പുതിയ ആംബുലൻസ് അനുവദിക്കുകയായിരുന്നു. 12,50,525 രൂപ ആംബുലൻസിനും റോഡ് ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്കായി 2,07,475 രൂപയും അടക്കം 14,60,00,000 രൂപയാണ് ആംബുലൻസിനും വാങ്ങിക്കുന്നതിനായി ഭരണാനുമതി ലഭിച്ചത്.
അന്തിക്കാട് ബ്ലോക്കിലെ 5 പഞ്ചായത്തിലെ 500ഓളം കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ പോയി സ്വാതന്ത്ര്യ പരിചരണം നടത്താനാണ് ആംബുലൻസ് വിനിയോഗിക്കുക. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ചാളു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, താനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥികളായി. ആൽഫ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ സുരേഷ്, ലിങ്ക് സെന്റർ പ്രസിഡന്റ് KG ശശിധരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് A ഭരതൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V നാരായണൻ, വിജയൻ മാണിക്കത്ത്, കുമാരൻ കാട്ടാനിൽ, CK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. പൈതൃക കോളേജ് പദ്ധതിയുടെ ഭാഗമായി കേരളവർമ്മ കോളേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പൈതൃക കോളേജ് പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ മികവിന്റെ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്ന സംസ്ഥാനത്തെ 5 കോളേജുകളിൽ ഒന്നായ തൃശൂർ കേരളവർമ്മ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വിലയിരുത്തി. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K ജയനിഷ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ, കിറ്റ്കോ പ്രതിനിധികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2 മാസത്തിനുള്ളിൽ കെട്ടിടം കൈമാറാൻ സാധിക്കുമെന്ന് കിറ്റ്കോ പ്രതിനിധികൾ യോഗത്തിൽ സൂചിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി, നവമാധ്യമങ്ങളിൽ വീഡിയോ വൈറലായി. ബുധനാഴ്ച രാത്രി ചന്തപ്പുര എലൈറ്റ് ഹോട്ടലിന് സമീപമാണ് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആരാണ് തമ്മിൽ തല്ലുന്നത് വ്യക്തമല്ല. റോഡിന്റെ കിഴക്ക് ഭാഗത്ത് നടന്ന അടിപിടി പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത്. നവമാധ്യമങ്ങളിലൂടെ അടിപിടി കൂടുന്ന വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തത്തിൽ വീട് തകർന്ന കുടുംബത്തിന് സഹായഹസ്തവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാട്. തളിക്കുളം പത്താങ്കല്ല് പടിഞ്ഞാറ് അമ്പലപ്പറമ്പ് ദേശത്ത് നെടുന്തേത്ത് സന്തോഷിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നത്. ബഗീഷ് പൂരാടൻ തന്റെ ഡിവിഷൻ പരിധിയിലുള്ള വീട് തകർന്നതറിഞ്ഞ് എത്തിയപ്പോഴാണ് ഹാർട്ട് പേഷ്യന്റ് കൂടിയ സന്തോഷിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ മനസ്സിലാവുന്നത്. തളിക്കുളം പഞ്ചായത്ത് പോലും ഒരു സഹായവും ചെയ്യാത്തിടത്ത് തന്റെ ഈ മാസത്തെ ഓണറേറിയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. തുടർന്ന് പിറ്റേ ദിവസം തന്നെ സന്തോഷിന്റെ വീട്ടിലെത്തി ബഗീഷ് പൂരാടൻ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ തുകയിലേക്ക് തന്റെ ഓണറേറിയം കൈമാറുകയായിരുന്നു. ബ്ലോക്ക് മെമ്പർ ഡിവിഷനിലേക്ക് മത്സരിക്കാനായി നിൽക്കുമ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം 3.5 വർഷം പിന്നിടുമ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബഗീഷ് പൂരാടൻ. തന്റെ ഓണറേറിയം എല്ലാ മാസവും കിടപ്പ് രോഗികൾക്കും നിർധനരായ രോഗികൾക്കും നൽകുമെന്ന പ്രഖ്യാപനമാണ് ബഗീഷ് പൂരാടൻ നിറവേറ്റുന്നത്. തന്റെ 42ാമത്തെ ഓണറേറിയമാണ് ഇന്ന് കൈമാറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടന്റെ ഒപ്പം BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, വൈസ് പ്രസിഡന്റ് പ്രേംദാസ് പുളിക്കൽ, BJP സെക്രട്ടറി ഷൺമുഖൻ മയൂർ, റിനേഷ് പട്ടാലി, രാജേഷ് കാര്യാട്ട് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സർക്കാർ ഓഫീസുകളിലെ സൗകര്യങ്ങൾ ഉയരുന്നത് ജനോപകാരപ്രദമായി വിനിയോഗിക്കാൻ ഉദ്യോഗസ്ഥർക്കാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെ പ്രത്യേക വികസന നിധി വിനിയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകളുടെയും പ്രിന്ററുകളുടെയും വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2023-24 വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകളും പ്രിന്ററുകളുമാണ് മന്ത്രി ഡോക്ടർ R ബിന്ദു വിതരണം നിർവഹിച്ചത്. ഇരിഞ്ഞാലക്കുട നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ MK ഷാജി സ്വാഗതവും, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, കാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ്, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ്, ഭൂരേഖ തഹസിൽദാർ സിമേഷ് സാഹു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ C നാരായണൻ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും കൊച്ചി എയർ എൻക്ലേവിന്റെയും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. കടലിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ നേരിടേണ്ട വിഷയത്തെക്കുറിച്ചായിരുന്നു ക്ലാസ്. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും വ്യക്തമാക്കി. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും അത് യാനോടമകൾ ഉറപ്പുവരുത്തണമെന്നും എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. കടൽ മാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളോട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർ പോളച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു. കടലിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ
കോസ്റ്റ് ഗാർഡ് ഓഫീസർ മണിക്കുട്ടൻ ക്ലാസ് എടുത്തു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്ന പരിപാടിയിൽ ഫിഷറീസ് സ്റ്റേഷൻ മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ VN പ്രശാന്ത് കുമാർ, അഴീക്കോട് മത്സ്യഭവനിൽ നിന്നും ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമഗ്ര ശിക്ഷ കേരളം BRC അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഉദ്ഘാടനവും MLA SDF ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. മണപ്പുറം ഫിനാൻസിൽ നിന്നും 20 കോടിയോളം രൂപ തട്ടിച്ച് യുവതി മുങ്ങി. തൃപ്രയാറിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കാർഗിൽ വിജയ് ദിവസിൽ വിമുക്ത ഭടന്മാർക്ക് അനുമോദനം നൽകി നെഹ്റു സ്റ്റഡി സെന്റർ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.